ഈ കാണുന്ന കൂർക്കയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ നല്ല കറുത്ത നിറത്തിലുള്ള തൊലിയൊക്കെ നല്ല കട്ടിക്കുള്ള കൂർക്കയായിട്ടാണ് നമ്മളിപ്പോഴും കടയിൽ നിന്നൊക്കെ വാങ്ങാറ്. ഇത് നമ്മുടെ തീരപ്രദേശങ്ങളിൽ പൂഴിമണലിൽ ഉണ്ടാക്കുന്ന നല്ല അടിപൊളി കൂർക്കയായിട്ട് ഒരു പ്രത്യേക മണ്ണാണ്. അതുപോലെ തന്നെ ഒരു ലൈറ്റ് ബ്രൗൺ ആണ് ഇതിൻ്റെ കളറ്. തൊലിയാണെങ്കിൽ വളരെ കനം കുറവാണ്. ഞാൻ അതിങ്ങനെയായിട്ട് അത് വൃത്തിയാക്കാറ്. നാട്ടിൽ നിന്ന് വരുമ്പോൾ അമ്മ എപ്പോഴും കൊടുത്തു വിടാറുണ്ട്. ഒരു സാരി തുണിയിൽ കെട്ടിയിട്ട് ഇതുപോലെ ഒന്ന് തല്ലിയെടുക്കുക, അല്ലെങ്കിൽ നല്ലപോലെ ഒന്ന് ഉരച്ചെടുത്താലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അരി വാങ്ങുന്ന ചെറിയ ചാക്കുകളുണ്ടല്ലോ, അതിലിട്ടിട്ട് തല്ലിയെടുത്താലും മതി. നിങ്ങൾക്കിത് കണ്ടാലറിയാം അത്യാവശ്യത്തിന് തൊലിയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ തൊലിയും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം. ഇതിനെക്കുറിച്ച് ഇത്ര വിശദീകരിക്കേണ്ട കാര്യമുണ്ടെന്ന് ചോദിച്ചാൽ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എത്രമാത്രം പറഞ്ഞത്. ഈ കൂർക്ക കാണാത്തവരുണ്ട്, കഴിക്കാത്തവരുണ്ട്. പ്രത്യേകമാണ് ഫ്ലേവറാണ് ഈ കൂർക്കയ്ക്ക്. അതുപോലെ തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഉടഞ്ഞു പോവുകയും ചെയ്യില്ല. കുറച്ച് വെള്ളം വെച്ചിട്ട് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒറ്റ വിസിൽ വിളിച്ച് കഴിഞ്ഞാൽ തന്നെ അതായത് അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട്. കൂർക്ക ഉപ്പേരി കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. കൂർക്കയും പരിപ്പും വയ്ക്കാറുണ്ട്. എന്തായാലും ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. എൻ്റെ പഴയ ഒരു ചട്ടിച്ചോറിൽ കൂർക്കപ്പേരി കാണുമ്പോൾ കുറേ പേര് മെസ്സേജ് ചോദിക്കാറുണ്ട് ആ കൂർക്കപ്പേരിയുടെ റെസിപ്പി